ബൈനോക്കൽ ടോക്സ് ഇന്ന് വന്നേക്കുന്നതേ കൽപ്പാത്തി രഥോത്സവം കാണാൻ വന്നേക്കാം കേട്ടോ. കൽപ്പാത്തി രഥോത്സവത്തെ പറ്റി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നടക്കുന്നത് പാലക്കാടാണെന്നും പാലക്കാട് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നും ഒക്കെ അറിയാമല്ലോ. ഭാരതപ്പുഴയുടെ കൈവെള്ളൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. വിശ്വനാഥ ക്ഷേത്രം, ശിവക്ഷേത്രമാണ് കേട്ടോ. ഇത് പാരമ്പര്യമായിട്ട്, അത് വർഷങ്ങളായിട്ട് തമിഴ് ബ്രാഹ്മണന്മാർ കുടിയേറി താമസിച്ച പ്രദേശമാണ്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് 15 ദിവസത്തെ ഉത്സവം. അതിൽ മൂന്ന് ദിവസം ഈ രഥം, അതായത് രഥോത്സവം, രഥം വലിക്കുക, അതായത് ഈ അഗ്രഹാരങ്ങളിലൂടെ രഥം വലിച്ച് വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിക്കുക. അങ്ങനെ അതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ഇവിടുത്തെ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വനാഥ ക്ഷേത്രമാണ്. കുണ്ടിൽ ക്ഷേത്രം എന്ന് പറയുന്നതാണ് പ്രസിദ്ധമായ ക്ഷേത്രം. കുണ്ടിൽ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് താടണി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, മന്തക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം, വരദരാജ പെരുമാൾ ക്ഷേത്രം, വൈദ്യനാഥപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. അങ്ങനെ ഈ ശ്രീകൃഷ്ണൻ്റെ അവിടെ നിന്നും ഈ മന്തക്കര ശ്രീ ഗണപതി നിന്നും ശ്രീ പ്രസന്ന ഗണപതി നിന്നും തേരുണ്ട് കേട്ടോ. പിന്നെ ശിവൻ, മുരുകൻ, അങ്ങനെയൊക്കെയാണ് ഓരോ തേര്, അതായത് ഓരോ തേരിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങൾ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് തലേദിവസം രാത്രിയിലാട്ടോ. തലേദിവസം രാത്രിയിൽ ഇവിടുത്തെ രഥം വലിക്കുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളും ആട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ വന്ന് ഒരു കുറച്ച് സമയത്തിനകം രഥം വലിക്കും. കാരണം വെച്ചാൽ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ട് ഇവിടെ നിർത്തി വെച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയം കൊള്ളാം. അപ്പം നമുക്ക് എല്ലാവരും കൂടി നമുക്കും രഥം വലിക്കാൻ കൂടാം. ഇത് കണ്ടോ, ഇത് ഒരു രഥത്തിനകത്ത് പ്രതിഷ്ഠയാണ് കേട്ടോ. ഇത് ഗണപതിയുടെയാണ്, ഗണപതി. ഇതൊരു ചെറിയ തേരാണേ. ചെറിയ തേരെന്ന് വെച്ചാലോ അത്ര ചെറുതല്ല, എങ്കിലും ഉള്ളതിലൊരു ചെറിയ തേരാണ്. ഇതൊക്കെ ഇതിപ്പോൾ വലിച്ച് ഇതെല്ലാം കൂടെ വലിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് നാളെ രാവിലെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പൂജയും കാര്യമുണ്ട്. പിന്നെ നാളെ വൈകിട്ട് സാധാരണ ക്ഷേത്രത്തെ പോലെ പരിപാടികളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നാളെ വൈകിട്ട് ഇവിടുന്ന് ഈ ഇത് വലിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിൽ, അതായത് പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചേക്കുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തു നിന്നും മറ്റു തേരുകൾ, ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങണ ഈ 3 തേരും വലിച്ച്, പിന്നെ അവിടെ ഒരു തേര് കിടപ്പണമെന്നാണ് പറഞ്ഞു ഗണപതിയുടെ, ശാത്തന്തര ഗണപതിയുടെ. അപ്പം ആ തേര് ഇങ്ങോട്ട് വരില്ല, അത് അവിടുന്ന് വലിച്ച് കൊണ്ടുപോകുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തേരും ഈ കാണുന്ന 3 തേരും കൂടെ നാളെ അവിടെ എത്തിക്കും. അതാണ് രഥോത്സവത്തിൻ്റെ മെയിൻ. ഈ രഥം കണ്ടോ, ഇത് ഇത്ര വലിയ രഥമാണ്. ഈ സാധനം ഇപ്പോൾ സ്ത്രീകളും കുട്ടികളുമായിട്ട് വലിക്കുന്നതുകൊണ്ട് അത്ര ഒരു ശക്തിയിൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങില്ല. അതും അതിൻ്റെ ചക്രങ്ങളും ചാടൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പഴയ നമ്മുടെ കാളവണ്ടി സംഭവം കണ്ടിട്ടില്ല, അതായത് ഇരുമ്പിൻ്റെ ചാടാണ് അടിച്ചേക്കുന്നത്, ഇരുമ്പിൻ്റെ ചട്ടം. പിന്നെ ഇത് കൂടാതെ കേട്ടോ, ഈ 4 ചക്രം കൂടെ ഇതിൻ്റെ നടുക്കും 2 ചക്രങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ നടുക്കും ചക്രങ്ങളുണ്ടോ. ഇത് ന്യായം വെയിറ്റുള്ള സാധനമാണ്. അതുകൊണ്ടോ ആ ആന, അവനാണൊരു മിടുക്കനായൊരു കൊമ്പനാണല്ലോ. അവൻ നല്ല കഷ്ടപ്പെട്ട അവനെ ഉന്തി നീക്കുന്നത്. നീ കണ്ടോ, അവൻ്റെ സകല ആരോഗ്യം എടുത്ത് അവനിത് തള്ളി നീക്കുന്നത് കേട്ടോ. അപ്പുറത്ത് വലിക്കുന്നതുകൊണ്ട് ആൾക്കാർ സൈഡിൽ നിന്നൊക്കെ സഹായിക്കുന്നുണ്ട്. എങ്കിലും ഇവൻ്റെ സഹായം ഇല്ലാതെ ഇതിപ്പോൾ ഇവിടുന്ന് തിരികെരുന്നതാണ്. അതായത് ടേണുകളുണ്ട് ഇവിടെ, ചെറിയ വീതി കുറഞ്ഞ അഗ്രഹാര തെരുവുകളാണ് കേട്ടോ. അതുകൊണ്ട് ആ അഗ്രഹാര തെരുവുകൾ ഈ ടേണുകളിലൊന്നും ഇത് തിരിയത്തില്ല. അപ്പോൾ തിരിക്കാൻ മെയിനായിട്ടും ഒന്നെങ്കിൽ JCB അല്ലെങ്കിൽ ആനയുടെ സഹായം വേണം. ഉണ്ട്, എല്ലാവരും ഉത്സവ ലഹരിയിലാണ്. മഴയൊന്നും ആർക്കും മഴയെന്ന് പറഞ്ഞ സാധനത്തെ പറ്റി ചിന്തിക്കണ പോലുമില്ല. അപ്പം ഞങ്ങളും ഈ കൂട്ടത്തിൽ മുമ്പ് കൂടി കേട്ടോ. ഇനി അഗ്രഹാരത്തിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളുടെ ഒന്നും ഫോട്ടോസൊന്നും നമുക്കിനി കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉത്സവം പ്രമാണിച്ച്. അതുകൊണ്ട് ഒന്നും എന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പുഴ 2 സൈഡിലും കരിങ്കല്ലിനകത്തൂടെ ഓടുന്നത്, അതായത് പാറക്കെട്ടുകൾക്കകത്തൂടെ ഒരു പാത്തിക്കകത്തൂടെ ഈ പുഴ വരുന്നത്. പുഴ നമുക്ക് നാളെ എടുക്കാം. പുഴ ക്ഷേത്രത്തിനോട് നമ്മൾ പോകുന്നുണ്ട് നാളെ. അങ്ങനെയാണ് ഈ കൽപ്പാത്തിൻ്റെ പേര് വന്നേക്കുന്നത് ഇവർ പറഞ്ഞു കേട്ടോ. നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന മൊത്തം ബ്രാഹ്മിൻസുകളാണ്. എല്ലാം ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ പൂജ നടക്കുന്നത് തമിഴ് സ്റ്റൈലിലാണ്. ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നതും തമിഴ് സ്റ്റൈലിലാണ്. പിന്നെ ഈ ദേശത്ത്, അതായത് എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളം, ഇടുക്കി, കാസർഗോഡ് സകല അവിടത്തൊന്നും ആൾക്കാർ ഇത് രഥോത്സവം കാണാൻ വന്നിട്ടുണ്ട്. ഈ നാട് മൊത്തം, അതായത് ഈ അഗ്രഹാരത്തിനെ ചുറ്റുമാണ് ഈ ക്ഷേത്രങ്ങളല്ല. ഈ നാട് മൊത്തം ഒരു അലങ്കരിച്ച് വെച്ചേക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും ഇതേ തേര് വലിക്കുന്നുണ്ടോ, സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ ചേർന്നാണ് ഈ തേര് വലിച്ചുകൊണ്ട് വരുന്നത്. കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ വൈകിട്ട് തേര് വലിക്കുന്നത് കുറച്ചേ ഉള്ളൂ. ആമ്പിള്ളേർ സെറ്റപ്പ്. നാളെയാണ് അവർ വലിക്കുന്നത് പറഞ്ഞത്. അപ്പം നാളെ ആനയ്ക്ക് വലിയ പണി ഉണ്ടാവില്ല. അവനുണ്ട് കൂട്ടത്തിൽ, അവരും സഹായിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ വരും. ഓരോ തേരും ഓരോ സ്ഥലത്ത് എത്തിച്ച് അവൻ അടുത്ത തേര് വലിക്കാനായിട്ട് പോകും.
അവിടെ ഒരു JCB റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആന കുറച്ച് നേരം ആന ഇത് കഴിക്കുമ്പോഴത്തേനും പിന്നെ JCBക്ക് തള്ളി തിരിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞു കേട്ടോ. വേണ്ട സുന്ദരനുണ്ട് പുറകിൽ കണ്ടോ. എനിക്ക് അവനെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ആനയെന്ന് പറഞ്ഞാൽ പണ്ടോട്ടെ നമുക്കൊരു ഹരമാണ്. നമുക്ക് അവനെയാണ് മേടിച്ച് കേട്ടോ ഇഷ്ടം. രഥം കണ്ടോ, ചുറ്റും മണിയൊക്കെ കെട്ടി അലങ്കരിച്ച്, ചുറ്റും പഴക്കൊലകൾ, കരിക്ക്, അങ്ങനെ എല്ലാ സാധനം കെട്ടി അലങ്കരിച്ചായിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് കുറേ കുട്ടികളും ഉണ്ട് കേട്ടോ. പ്രതിഷ്ഠ വെച്ചേക്കുന്ന അതിൻ്റെ മുഖ്യ കർമ്മികളും പിന്നെ കുറേ കുട്ടികളും ഒക്കെ ഉണ്ട് അതിൽ. ഈ വരുന്നവരും ഇവിടെ കണ്ടു നിൽക്കുന്നവരും ഒക്കെ രഥം വലിക്കാൻ കൂടും കേട്ടോ. അതൊരു ഈ രഥം വലിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നതെന്നാണ് പറയണേ. കൽപ്പാത്തി വന്നൊന്ന് രഥം വലിക്കാൻ വേണ്ടിയാണ് ഇവർ നാടൊട്ടൊക്കെ ഒന്ന് വരുന്നത്. കണ്ടോ രഥത്തിൻ്റെ ഹൈറ്റ് കണ്ടോ, എന്തെല്ലാം സാധനമാണ് അത് വെച്ചേക്കുന്നുണ്ടോ. കരിമ്പ്, അലങ്കാരത്തിന് ഫ്രണ്ടിൽ 2 കുതിര. നമ്മളെല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ തന്നെ, അതായത് എന്തുവാ പറയുന്നത്, ഓച്ചിറയിലെ കാളകെട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ചെട്ടികുളങ്ങരയിലെ ഇതെല്ലാം ഏകദേശം ഇതന്നെ. ഒരിടത്ത് തേര്, ഒരിടത്ത് കെട്ടുകാഴ്ച, ഒരിടത്ത് കാള, അങ്ങനെ വ്യത്യാസങ്ങളൊന്നുള്ളൂ. ഇതെല്ലാം ഓരോ ദേശക്കാരുടെയും അവരുടെ ആ ഒരു ആ ഉത്സവത്തിനും ആ ക്ഷേത്രത്തിനുള്ള അവരുടെ ആ ഒരു ഇതാണ്. അവർ ഈ നാട്ടിൽ നിന്ന് പുറത്തോട്ട് ജോലിക്ക് പോയേക്കണ എല്ലാവരും ഉണ്ടല്ലോ, ഒത്തിരി പേര് പുറത്തോട്ടൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അവരെല്ലാം ഈ സമയമാകുമ്പം ഈ ആഘോഷത്തിനായിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു കേട്ടോ. മഴയൊക്കെ എന്ന് വെച്ചാൽ മഴ ചെറുതായിട്ടൊരു വൈബിന് വ്യത്യാസം വന്നിട്ട് എങ്കിലും അവരുടെ ഊർജ്ജമൊന്നും അവർ ചോർന്നു പോയിട്ടില്ല. അവർ ആ മഴയത്തും അവർ ആ തേരിനെയും വലിച്ച് അവർ ആ ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് അവിടെ മേളമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പതുക്കെ നടക്കാം. ഇച്ചിരി തിരക്കുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ക്യാമറയൊക്കെ ആയിട്ട് ഇടിച്ച് കയറി പോകണമെന്ന് മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒരു സൈഡിൽ കിടക്കാൻ പോകണേ. അവരുടേതായ ആചാരങ്ങൾക്കിടയ്ക്ക് നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് പോയി പെട്ടെന്നൊരു സെറ്റപ്പൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു സൈഡിലൊക്കെ പതുക്കെ ഒതുങ്ങി നിന്ന് ഓരോ തേരുമൊക്കെ എടുത്ത് ഗണപതി, മുരുകൻ, ശിവൻ ഓരോ തേരും എടുത്ത് ഞങ്ങൾ ഓരോ തേരും കണ്ട് അങ്ങനെ പതുക്കെ ഞങ്ങൾ മുന്നോട്ട് പോകാം. അവിടെ ഇപ്പം വാദ്യമേളം നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടം വരെ കൂടെ പോവാം. ആ ക്ഷേത്രത്തിൻ്റെ വാതക്കൽ ഇത് 1, 2 ഇനി ഒരു തേര് കൊണ്ടുണ്ട്. ഈ 3 തേര് ഈ ക്ഷേത്രത്തിൻ്റെ നേർക്ക് നേരെ കൊണ്ടിട്ടേച്ചുള്ളൂ. നമുക്ക് അവിടെ പോയി ആ മേളം ഒന്ന് കേൾക്കാം. നമ്മൾ സാധാരണ കേൾക്കണ ചെണ്ടമേളം പോലെ അല്ല, വേറൊരു അതിൻ്റെ നടുക്കൊരു കേട്ടോ.
അപ്പുറത്തെ തേര് അവിടെ തള്ളിക്കൊണ്ട് വെച്ചു കേട്ടോ. ഇനിയിപ്പം ഈ തേരിനെ അങ്ങോട്ട് തിരിച്ചു വിടാൻ പോവുക. അവിടെ ഒരു ചെറിയ ടേണാണ് കേട്ടോ. ആ ടേണിലോട്ട് ആ തേരിനെ തിരിക്കാൻ വന്ന കേട്ടോ അവൻ. ഉണ്ടോ അവർ അതിൻ്റെ അടുത്തുനിന്ന് ആൾക്കാരെയൊക്കെ മാറ്റി അങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ. നമ്മളതിന് ആ സൈഡിൽ ഈ ഒന്നാമത്തെ കാര്യം മഴയാണ്, നമ്മളതിൻ്റെ സൈഡിൽ കയറിയത്. പിന്നെ നമ്മൾ ഇത്തിരിയും കൂടെ അടുത്ത് പോകും. സൈഡിൽ നിന്ന് നമ്മൾ ക്യാമറ അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുള്ളൂ. അവിടെ അടുത്ത് പോയില്ല, അതിനുള്ള ധൈര്യം നമുക്കില്ല. ആ ചക്ര അവൻ തള്ളി അങ്ങോട്ട് തിരിക്കും. ആ മിടുക്കൻ ഉണ്ടാവും. ഇച്ച കഷ്ടപ്പെട്ടാതിരിക്കുന്നത് കേട്ടോ. അവൻ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവരും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുഖത്ത് അധികം വേദന എടുക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം, കട്ടിയുള്ളൊരു സാധനം, ഒരു തുണി പോലത്തെ ഒരു സാധനം, തുണിയല്ല, അത് നല്ല കട്ടിയുള്ള സാധനം അവൻ്റെ തുമ്പിക്കൈ ചേർത്ത് അങ്ങനെ നെറ്റിയുടെ അവിടെ വരെ ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ആൾക്കാരെ ഏറ്റവും അതിൻ്റെ അടുത്ത് പോയി സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. ഒരു പ്രത്യേകം പറയുന്നുണ്ട്, പോലീസുകാരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഒത്തിരി അടുത്ത് പോയി നിൽക്കരുതെന്ന്. കാരണം ആനയല്ലേ. അവൻ ആ തള്ളി തിരിച്ച് അവരുടെ ആ എന്നാ ശരണം വിളിയല്ല, ആ ഒരു ഇതുമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഇതാവും നിന്ന് കാണാൻ തന്നെയാണ്. ഞാൻ ബൈനോക്കുലർ ടോക്സ് ആദ്യമായിട്ടാണ് രഥോത്സവം കാണാൻ പോകുന്നത്. രഥോത്സവം നമ്മളിങ്ങനെ പല പ്രാവശ്യം പറയുകയും പത്രത്തിൽ വാർത്ത അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ നമ്മൾ പോയി കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കാണാൻ തീരുമാനിച്ച് കാണുന്നത്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. കാണുന്ന ആരാണെന്നുള്ളത് ഒരു തുലാമാസത്തിലാണ് നടക്കുന്നത്, 28, 29, 30 തീയതികളിൽ. അപ്പോൾ വരാൻ പറ്റുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാണുന്നത് രസമല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു പ്രസിദ്ധമായൊരു ഉത്സവം. പിന്നെ തവരാത്തേര് അങ്ങനെ സൈഡിലൂടെ ആന കൊണ്ടൊന്ന് തിരിച്ചു കേട്ടോ. ഉണ്ടാവും പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ പുറയിൽ. അവിടെ നിന്ന് ആവാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്നുണ്ടോ. എല്ലാ മനുഷ്യരും, ഒട്ടും മനുഷ്യരും ഇല്ലാതെ എല്ലാ മനുഷ്യരും ഉത്സവത്തിലുണ്ട്. എല്ലാ വീടുകളുടെ ഈ അഗ്രഹാരത്തിൽ കൊച്ചു എല്ലാം വീടുകളാണ്. ആ വീടുകളുടെ എല്ലാ ഫ്രണ്ടിലും നേരത്തെ ഇഷ്ടം പോലെ കടകൾ, സാധനങ്ങൾ. പിന്നെ കുറേ അപ്പുറത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടോട് പോവാം. ഇതിപ്പോൾ തേര് വലിച്ച് ഈ അമ്പലത്തിന് അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇന്നുകൊണ്ട് ഇവിടെ ഈ തേര് ഈ രഥം എഴുന്നള്ളിപ്പോൾ ഇന്നുകൊണ്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ നമുക്കിത് വലിച്ച് തീർന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ പുറകിൽ ഒരു തേര് കൂടെ കിടപ്പുണ്ട്. ആ ഒരു തേര് കൊണ്ടുപോയി ഫ്രണ്ടിൽ, ഇത് നടുക്കത്തൊരു വലിയ തേര്, ഇനി ഒരു തേരോടെ കിടപ്പുണ്ട്. 3 തേരോടെ ഉണ്ട്. അതിൽ രണ്ടാമത്തെ തേരാണ്. രണ്ടാമത്തെ തേരിപ്പം അടുത്തോട്ട് വലിച്ചെത്തിച്ച് കഴിഞ്ഞാൽ ഈ ഇന്നത്തെ പരിപാടികളോട് അവസാനിക്കുമെന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രദേശങ്ങൾ കാണാനൊക്കെ നമുക്ക് പോവാം. അങ്ങനെ ആനയെ അവർ മാറ്റിയിട്ട് അവർ JCBക്ക് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടുവന്നു കേട്ടോ. ആ വലിയ തേര്, അത് ശിവൻ ആ തേര്, പിന്നെ മുരുകൻ, ഗണപതി, അങ്ങനെ. പിന്നെ എല്ലാ ഉത്സവത്തിലെ പോലെ സകലമായ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാ സാധനങ്ങളുണ്ട്. അത് പാലക്കാടുകാരുടെ മസാല സോഡ, കാപ്പി, ചായ, വട, എന്താ വേണ്ട, ചെരുപ്പ്, ഇല്ല സകല സാധനമുണ്ട്. ഇവിടെ ഒരു എന്തുവാണ്, ഇവിടെ ആർക്കും പാടാൻ പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. അതായത് അവിടെ ഒരു വലിയ സെറ്റപ്പ് ഉണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻസും സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് പാട്ടറിയാമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് പാടിയാൽ മാത്രം മതി. നമുക്കൊന്ന് കേട്ട് നോക്കാം പാട്ട്. ഇതാണ് ഗണപതിയുടെ ഒരു തേര് ഇവിടെ കിടപ്പണമെന്ന് പറഞ്ഞല്ലോ. ഈ തേര് അങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ വാതിക്കലോട്ടാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നാളെ ബാക്കി എല്ലാ തേരും വലിച്ചെത്തിക്കണം കേട്ടോ. അപ്പോൾ രഥോത്സവം നടക്കണ ശരിക്കും നാളെ സംഗമിക്കുന്ന ഇവിടെയാണ്. ഇതാണ് വിശ്വനാഥ ക്ഷേത്രം. അതായത് ഇതിൻ്റെ നമുക്ക് നാളെ, ഇപ്പോൾ ഇരുട്ടായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നാളെ നമുക്ക് ഇറങ്ങി കൽപ്പാത്തി പുഴയൊക്കെ എടുക്കാം. പുഴയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം.
ഇവിടെയോട്ടാണ് നാളെ എല്ലാം. ഇപ്പോൾ ഈ തിരക്ക്, ഇപ്പോൾ ഈ വൈകിട്ട് ഈ രഥത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ തിരക്കാണെങ്കിൽ ഇപ്പോൾ നാളത്തെ തിരക്ക് എന്തായിരിക്കും? ഇവിടെ ചുറ്റും സകല ന്യൂസുകാരും കാര്യങ്ങളും ഇഷ്ടം പോലെ, നമ്മളെപ്പോലെ ഇഷ്ടംപോലെ യൂട്യൂബർമാരുണ്ട്. എത്ര ആൾക്കാരെന്നറിയോ? പിന്നെ ഈ താവുന്ന ലോകത്തിന് 4 പ്രദേശത്തുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ വിൽപ്പന അത് കണ്ടില്ലേ, ഇതൊക്കെ കണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇതിപ്പോൾ തന്നെ അരമണിക്കൂർ മേളിൽ വീഡിയോ ഉണ്ട്. അരമണിക്കൂർ കയറുന്ന ഈ രഥോത്സവം കാണുമെന്നൊക്കെ നമുക്ക് ചെറിയ ഡൗട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ഇടയ്ക്ക് കുറച്ചൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാം. പക്ഷേ നമുക്കിത് ഇങ്ങനെങ്കിലും ഒന്നും ചേർത്ത് കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഈ രഥോത്സവത്തിൻ്റെ ഒരു ഭംഗി ഇതിനും വരത്തില്ല. എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞാൽ മതി. അത് എല്ലാ വീടുകളുടെ ഫ്രണ്ടിൽ കിടയാണ്ടാവും. എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ജനം ഒരു കാരണവശാലും അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കരുത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ നടന്നോണം. അതായത് നമ്മൾ ശബരിമല മകരവിളക്ക് തൊഴാൻ പോയവർക്ക് ഏകദേശം അനുഭവമുണ്ടാവില്ല. അതായത് നിൽക്കാൻ പറ്റില്ല. ഈ ജനസാഗരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ഒഴുകിക്കോണം. അങ്ങനെ നമ്മൾ ഇതും കൂടെ കണ്ട് നമ്മൾ രാത്രിയിലെ പരിപാടി അവസാനിപ്പിക്കാൻ പോകട്ടോ. കാരണം വെച്ചാൽ നന്നായിട്ട് നനഞ്ഞ് ഒരു പരുവായി. അതുകൊണ്ട് നമ്മളിതാ കൽപ്പാത്തിയിലെ രാത്രിയിലെ പരിപാടി അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കൽപ്പാത്തി രഥോത്സവം നാളത്തെ രഥം വരി നമുക്ക് പകൽ കാണാം. രാത്രി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മൾ വേണ്ട തിരിച്ചതേ പാലക്കാട് നഗരസഭ കൽപ്പാത്തി. അത് വായിക്കാനും പറ്റില്ല, അതിനുമ്പേ പോയല്ലോ. വീഡിയോക്ക് സ്പീഡ് കൂടുതലാണ് കേട്ടോ. എന്താ കുറച്ചുകൂടെ ഫോക്കസ് എടുക്കണം. ഇത് അന്നദാന മണ്ഡപമൊക്കെയാണ് കേട്ടോ. ഇത് മറ്റേ തേരിടുന്ന സ്ഥലമാണ്. സോറി, അന്നദാന മണ്ഡപമല്ല, തേരിടുന്ന സ്ഥലം. ഇത് നമ്മൾ ഇന്നലെ പകൽ വന്നത്, അല്ല രാത്രി വന്നില്ല, നമ്മൾ മേളമൊക്കെ കണ്ടില്ലേ, ആ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം. ഇവിടെ തേരൊക്കെ റെഡിയാക്കി, അവിടെ ഇവിടെയൊക്കെ തേരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് വലിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ കേട്ടോ. ഇവിടെ ആൾക്കാരുടെ ഒരു എന്തോ പറയണേ, ഇഷ്ടംപോലെ ആളുണ്ട്. ഇഷ്ടംപോലെ ആൾ, നല്ല ചൂട്. ഇനി ഇവിടെ നിരവധി സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പാലക്കാട്ടൊരു സ്പെഷ്യൽ സാധനമാണ് മസാല സോഡ. മസാല സോഡ എന്ന് പറയുന്നില്ല, ശരിക്കും ഞാനത് കുടിച്ച് നോക്കിയിട്ട് എനിക്കതൊരു എന്താ പറയുക, നമ്മുടെ സംഭാരം പോലെ തോന്നിയത്. അതായത് സോഡയ്ക്കകത്ത് മോരും കാന്താരി എല്ലാം കൂടെ അരച്ചത് കുറച്ച് ഒഴിച്ച് തരുന്നത്. എനിക്കൊരു സംഭാരം പോലെ എനിക്ക് തോന്നി. ഇനി ഒരു മസാല സോഡ എന്ന് പറഞ്ഞു, അവരുടെ പേര് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഇരിക്കട്ടെ. അതേ റെഡി ആക്കിയിട്ടൊക്കെ തേര് കണ്ടല്ലോ. ഇന്നലെ രാത്രി നമ്മൾ കണ്ട തേരാണ്. ഇത് എല്ലാം ഇലക്കരിച്ച്. ഇന്നലെ രാത്രി ഇതിൽ നിറച്ച് പഴക്കൊല കണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് രാത്രി ഇരിഞ്ഞു തോന്നുന്നു. അതോ ഇനി ആനയ്ക്ക് ഇരിഞ്ഞ് കൊടുത്താൽ മറിച്ചു. ഇത് ഈ 3 തേര് ഇവിടുന്ന് നമ്മൾ ലാസ്റ്റ് ഇന്നലെ നിർത്തിയില്ലേ, ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് കൊണ്ടുവരും. അതാണ് അവിടെ എല്ലാ തേരും കൂടെ വന്ന് സംഗമിക്കും. അതാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥസംഗമം. എന്നിട്ട് ഈ തേരെല്ലാം ഓരോരോ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു കേട്ടോ. അന്ന് തന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു. ആനയും JCB ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് കൽപ്പാത്തി പുഴയുടെ അവിടെ സൈഡിൽ നമ്മൾ ഇതിൽ പാലം കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം സംഭവമൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഇനി ഈ തിരക്കിലോട്ട് വരും. ഇന്നലെ രാത്രി കണ്ട തേരുകളുടെ പകരത്തെ ഭംഗിയുണ്ടല്ലോ. ഇതിൻ്റെ ഈ ഗോൾഡ് കളർ അവിടെ വരുന്ന ഇവിടം വരെയുള്ള ആ തടിയുടെ അവിടെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി മൊത്തം അഴിച്ചു മാറ്റത്തക്ക രീതിയിൽ ചെയ്തേക്കുന്ന സാധനം കേട്ടോ. അതായത് നല്ല നല്ല ബലമുള്ള തടി കഷ്ണങ്ങൾ കോർത്ത് അടിക്ക് സെറ്റാക്കിയേക്കുന്ന. അതായത് ഈ തടിയുടെ അവിടം വരെ മാത്രമേ ഉള്ളൂ തേരായിട്ടിരിക്കണം. ബാക്കി മുകളിലോട്ട് അവരെ ഈ സമയമാകുമ്പം കൂട്ടി യോജിപ്പിക്കണം. ഇതിൻ്റെ ഈ തേരിടാനായിട്ട് ഈ അഗ്രഹാരത്തിൻ്റെ ഏകദേശം നടുക്ക് വശത്തായിട്ട് തന്നെ ഇതിൻ്റെ അതേ വലുപ്പത്തിലുള്ള നമ്മുടെ കാർ ഷെഡ് പോലെ ഷെഡ് കൊണ്ടത് റെഡിയാക്കിയിട്ടുണ്ട്. മുമ്പ് അവരെ കാണിച്ചില്ല, അന്നദാന മണ്ഡപം വന്ന് മാറി പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ഈ തേരിടുന്ന ഒരു സ്ഥലമാട്ടോ. ഇവരെ ഇനി എല്ലാവരോടും കൂടി ആഘോഷമായിട്ട് മേളത്തിൻ്റെ അകമ്പടിയോടെ വലിച്ച് അവിടെ കൊണ്ടുവരും. ഇതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിരവധി ആൾക്കാരാണ് കേട്ടോ. നിരവധി ആൾക്കാരാണ്. ഇതിപ്പോൾ തിരക്ക് കുറവാന്ന് പറഞ്ഞേ. 4:30 ഇപ്പോൾ സമയം ഒരു 2 മണി ആയതേ ഉള്ളൂ ഏകദേശം. ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതൊരു 4 മണിയാകുമ്പം ഇവിടെ കാല് കുത്താൻ പറ്റാത്ത ജനമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓരോ പൂജാരിമാരൊക്കെ അതിൻ്റെ മുഖ്യ കാർമ്മികന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കാണിക്കേണ്ടതെന്ന് നിൽക്കാം. നമ്മൾ പറഞ്ഞില്ലേ ഇതിൻ്റെ അടിയിൽ വേറെ 2 ചക്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, രാത്രി അത് എടുക്കാൻ പറ്റിയില്ല. അത് ഒത്തിരി ഇതായിട്ട് കാണത്തില്ല. അതുകൊണ്ടോ അതിൻ്റെ അടിയിൽ 2 ചക്രം കൂടെ വേറെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഫ്രണ്ടിൽ ഇല്ല വെളി കാണത്തക്ക ഇട്ടങ്ങനെ 4 ചക്രങ്ങൾ ഊരി മാറ്റുന്നതായിരിക്കും. ഈ 2 എണ്ണത്തിലായിരിക്കും നിർത്തി വെക്കുന്നത്. അപ്പോൾ 6 വീലുണ്ട് അതിന്. അപ്പോൾ 6 വീലും ഇതിൻ്റെ തടിയും കൂടാകുമ്പോൾ ഇതിന് തന്നെ വെയിറ്റ് ആയിരിക്കും. ഇതാണ് രഥം വരുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൾവശം കേട്ടോ. ഇച്ചിരി താഴോട്ട് ഇറങ്ങിയ ഒരു പടിക്കെട്ടിൻ്റെ താഴെ ഇറങ്ങിയാണ് ഞാൻ പറയുന്നത്. അതിന് കുണ്ടക്ഷേത്രമെന്നും ഇതിന് പറയുന്നത്. നമ്മൾ ചോദിച്ചാൽ നമ്മൾ കുണ്ടക്ഷേത്രത്തിലോട്ട് വരുന്നതെന്ന് പറയും. അത് ഈ ക്ഷേത്രം ഇത്തിരി താഴെറങ്ങിയിരിക്കുന്നത്. നമ്മൾ തിരിച്ച് കയറി ആ ക്ഷേത്രത്തിൻ്റെ വാതൊക്കെ തന്നെ ഫസ്റ്റ് നിർത്തിയിട്ടേക്കുന്ന രഥം ഇതാണ്. ഒരു രഥം അവിടെ കിടപ്പണമെന്ന് പറഞ്ഞു. നമ്മൾ രാത്രി രഥം കാണിച്ചായിരുന്നു. ഇനിയെല്ലാം സൈഡിലെല്ലാം ചെറിയ അകത്തോട്ടെല്ലാം ഇടുങ്ങിയ തെരുവുകളാണ് കേട്ടോ.
ഇതിൻ്റെ ചുറ്റുവട്ടം ഇത്ര അടുത്ത് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ ഒന്ന് എടുക്കും കേട്ടോ. എന്താ കുത്തുപണികൾ എന്ത് ഭംഗിയായിട്ടാണ് പണിതേക്കുന്നത് നോക്കി. വേണ്ട ചുറ്റുവട്ടം ഇത് പഴക്കൊലയൊക്കെ താഴെ കൊണ്ട് നിരവധി പഴക്കൊലയൊക്കെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഇതേ ചാർത്താനുള്ളതാണ്. കരിമ്പും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം സകല ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലും സകല വാട്സപ്പ് സ്റ്റാറ്റസുകളെല്ലാം കൽപ്പാത്തിയായിരിക്കും. നമ്മുടെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതാ ഒരു ചെറിയ തെരുവാണ് ഈ 2 വശവും ഇത് കടകളാട്ടോ. ഇതിലെ കൂടെ പതുക്കെ താട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കൽപ്പാത്തിപ്പുഴ, ഇതാണ് പേര് കേട്ട കൽപ്പാത്തിപ്പുഴ. വലിയ വെള്ളമൊന്നുമില്ല, പാർക്കെട്ടുകളാണ്. ഇവിടെ നിരവധി ആൾക്കാർ കുളിക്കാനും ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പുറത്തൊരു ചെറിയൊരു ചെക്ക് ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. ആ ഡാമിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇതാണ് മറ്റേ കരിങ്കലിനകത്തൂടെ പാത്തി പോലെ ഒഴുകി വരുന്ന പുഴയുടെ ഒരു ഭാഗം. കൽപ്പാത്തി എന്ന് പേര് വേണമെന്ന് പറഞ്ഞു. ഇത് ആ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. കാരണം വെച്ചാൽ ഏത് നിമിഷവും ഇനി രഥങ്ങളുടെ വരവുണ്ടാവും. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് അതേ പറഞ്ഞ പോലെ തന്നെ കൊലേ സാധനങ്ങളുമൊക്കെ പഴക്കൊലയൊക്കെ വീണ്ടും തൂക്കാൻ തുടങ്ങി. അതൊരു വഴിയാട്ടോ. ഇപ്പം കണ്ടല്ലോ, അത് വഴി നമ്മളിങ്ങോട്ട് നടന്നു വന്ന വഴിയാണ്. ആ വഴി ഇനിയിപ്പോൾ ആ വഴിയൊന്നും അറിയാൻ പാടില്ല. കാരണം വെച്ചാൽ ഈ തിരക്കിനകത്തുനിന്നാണ് ആ രഥം വരുന്നത്. ഇവിടെ എല്ലാം പിന്നെ ചുറ്റുവട്ടം എവിടെ റോഡൊന്നും അറിയാൻ പാടില്ല. കാരണം വെച്ചാൽ അമ്മാതിരി ജനത്തിരക്കാണ്. ഇനി ജനം കൂടെ തിങ്ങി നിറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ക്യാമറ ആയിട്ട് ഇന്നോടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചു നോക്കണം. വേണ്ട ഇതൊക്കെ മേളിൽ ക്യാമറ നേരത്തെ അവർ ന്യൂസുകാരൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി. അവരത് ഫുള്ള് ഇഷ്ടംപോലെ ഡ്രോൺ വന്നിട്ടുണ്ടേ. രഥം വന്നു തുടങ്ങി കേട്ടോ. ആദ്യത്തെ രഥമാണ് വരുന്നത്. ഇന്നലത്തെ പോലെ അല്ല കേട്ടോ, ഇത് ഭയങ്കര ഉഷാറാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്തുവാ പറയണേ, നമ്മുടെ പിള്ളേർ സെറ്റ്, അതുപോലെ പിള്ളേർ സെറ്റ് അത് മൊത്തം വലിക്കണം. ഇപ്പം ഈ മേളമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് മേളമൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. നിർത്തിയിട്ടിരുന്ന തേരിനെ കവർ ചെയ്ത് വലിച്ചുകൊണ്ട് വന്ന രഥം വന്നു കേട്ടോ. ആ രഥം അങ്ങോട്ട് വലിച്ച്, അതായത് ആ ക്ഷേത്രം കഴിഞ്ഞ് ആ രഥം അങ്ങോട്ട് വലിച്ച് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം. അതിൻ്റെ പുറകെ ജനം ഒഴുകുന്നുണ്ടോ. രഥം വലിക്കുന്ന ഫ്രണ്ടിലോട്ടാണ്. ഇത് മൊത്തം ആ ഒരു തേരിൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാരാണ്. അവരങ്ങോട്ട് നീങ്ങും കേട്ടോ. ആ തേര് നീങ്ങി കഴിയുമ്പോഴത്തേനും നേരത്തെ നമ്മൾ രാവിലെ തൊട്ട് അവിടെ നിർത്തിയിട്ടിരുന്നൊരു രഥം കണ്ടായിരുന്നല്ലോ, ഒരു ഗണപതിയുടെ തേര്, അതും കൂടെ വലിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പോകും. അതിന് ശേഷം മാത്രമേ അടുത്ത വരൂ. ചേട്ടന്മാർ നിൽക്കുന്നുണ്ടോ? എന്താ സ്നേഹം നോക്കി. 24, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മീഡിയ 1, റിപ്പോർട്ടർ എല്ലാവരുടെ ഉണ്ടാവും. ഒരമ്മ പറ്റ മക്കളെ പോലെ നിൽക്കുന്നുണ്ട്. ന്യൂസ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ എന്താ വേള വാട്ടിയായി അലമ്പായി. ഏഷ്യാനെറ്റുകാരൻ അവരെ ചീത്ത മാറ്റി. ഇതാ ചേട്ടന്മാർ ഒത്തൊരുമ. ഇതായി കാണുമ്പോൾ എനിക്ക് മറ്റേ ദിലീപിൻ്റെ പടം ഓർമ്മ വരുന്നത്. അറിയോ, സ്വന്തം ലേഖൻ സൊലേന്ന് പറഞ്ഞൊരു പടമില്ലേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളെന്തും കഷ്ടപ്പെടുന്നില്ല, അവർ കഷ്ടപ്പെടുന്ന പോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമ്മതിക്കണം കേട്ടോ. വെയിലെല്ലാം കൊണ്ട് മഴയെന്ന് നനഞ്ഞ് എത്ര നേരമായിരുന്നു. ഞങ്ങളോട് വന്നപ്പോൾ തൊട്ട് അവിടെ കയറി അവർ കുറ്റിയടിച്ച് പോസ്റ്റ് പിടിച്ചിരിക്കുന്നതാണ്. നമ്മളൊക്കെ ന്യൂസ് കാണുമ്പോൾ അവരങ്ങനെ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതിൽ കഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടുത്ത തേര് വരുന്നുണ്ട്. നമ്മൾ ആ കണ്ടതിൽ ഏറ്റവും വലിയ തേരാട്ടോ വരുന്നത്. ആ
JCB നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ JCB ഒന്നും ഇതുവരെ ഈ JCB ആനയൊന്നും ഇപ്പോൾ ഈ തേര് വലിക്കുന്ന പ്രദേശത്തോട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ സൂര്യാസ്തമയത്തിൻ്റെ സമയമായി. ഏകദേശം തേരുകളൊക്കെ ഇതിൻ്റെ തൊട്ട് പുറകെ അടുത്ത തേരുമുണ്ട്. കാരണം വെച്ചാൽ ഇനി ഇവിടെ നിൽക്കാൻ പറ്റാത്ത ജനത്തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം രഥോത്സവത്തിൻ്റെ മുഖാഭാവങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി ഒരു രഥം ഒരുമിച്ച് നിൽക്കുന്നെടുക്കാനായിട്ട് നമ്മൾ അവരെ ന്യൂസ്കാരൊക്കെ കയറി നിർത്തുന്നാലേ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളുടെ രഥോത്സവത്തിൻ്റെ പരിപാടികൾ, ബൈനോക്കുലർ ടോക്സിൻ്റെ പരിപാടികൾ ഈ മനോഹരമായ ദൃശ്യത്തോടെ, മനോഹരമെന്ന് ഞങ്ങൾ എടുത്തോട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി മനോഹരമാണോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിച്ച് നമുക്ക് ഇനി അടുത്ത രഥോത്സവത്തിന് ഇതിലും ഡീറ്റെയിൽ ആയിട്ട്, ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഉത്സവത്തെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.